അപ്പോൾ ഇന്ന് നമുക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അധികം ആരും ഉണ്ടാക്കി നോക്കാത്ത രീതിയിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കുക, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കുക. ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. ബീഫ് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് 2 ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുക. അതിന് വേണ്ടി കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കുക. പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഉള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലൊന്ന് വറുത്ത് കോരാം. ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. പ്ലേറ്റിൽ നിന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, 2 പട്ട, ഒരു 10 ഏലക്കായും 10 കറാമ്പും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നെയ്ച്ചോറ്റിക്കിടണ ചോറ്റോല എന്ന് പറയും, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര കപ്പ് അരിയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് ഇരട്ടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ള വെള്ളം ഞാൻ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. വറുത്ത അരിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിക്കണ്. അപ്പോൾ നമ്മൾ 2 കിലോ അരിക്ക് 8 വലിയുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് വേവിച്ച കുക്കറിൽ തന്നെ നമുക്ക് ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ബീഫിൻ്റെ വെള്ളത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, 1 ടീസ്പൂൺ വലിയ ജീരകം. ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നേരത്തെ നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളിന്ന് പകുതി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക. ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പൊരിച്ചെടുത്ത ഉള്ളി പേസ്റ്റാക്കിയത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 6 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1/4 കപ്പ് തൈരും കൂടെ വെച്ച് കൊടുക്കുക. ചപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ബീഫ് ഇതിലിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചോറ് വേവിച്ച് മാറ്റി വെച്ചത് നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെ ചോറിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടി ക്യാരറ്റും ചപ്പും പൊരിച്ച ഉള്ളിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ലെയർ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതൊന്ന് വെതറി കൊടുക്കുക. അടുത്ത ലെയർ നമുക്ക് ചോറിട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ചോറിട്ട് കൊടുത്തേക്കണേ. ഇനി മുകളിൽ കോയിൽ പേപ്പർ ആയിട്ടൊന്ന് കവർ ചെയ്യുക. ലോ ഫ്ലെയിമിൽ 3/4 മണിക്കൂറൊന്ന് വെക്കുക. നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ബിരിയാണിയിലേക്കുള്ള ടേസ്റ്റ്. ആ സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. അപ്പോൾ അതാ വെറൈറ്റി ദം ബിരിയാണി ഇവിടെ റെഡി ആയിക്കണേ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.